ഇതാണ് വാടാർ മഞ്ഞൾ എന്ന് പറഞ്ഞ മഞ്ഞൾ ചെടി. ഇത് തച്ചോളി ഉദയൻ യുദ്ധവിജയത്തിന് വേണ്ടി ഉടുക്ക് കെട്ടിയിരുന്നെന്നും പറയപ്പെടുന്ന മഞ്ഞൾ ഇതാണ്. മഞ്ഞളിൽ ഏറ്റവും കൂടുതൽ വില ഉള്ള മഞ്ഞൾ ഈ വാടാർ മഞ്ഞളാണ്. ഉടുക്ക് മഞ്ഞൾ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. കരിമഞ്ഞളിൽ നിന്ന് വ്യത്യാസമുണ്ടല്ലേ? കരിമഞ്ഞൾ എന്ന് പറയുന്ന അതിനേക്കാളും നല്ല വ്യത്യാസമുള്ള ഒരു മഞ്ഞളാണിത്. ഇത് റെയറാണ്. ഇത് മിക്കവാറുള്ള ആൾക്കാരുടെ കയ്യിൽ ഇപ്പം കിട്ടി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കിഴങ്ങും മറ്റുള്ള കരിമഞ്ഞളിനെ അപേക്ഷിച്ച് നല്ല നല്ല നീല കളറും കറുപ്പും കൂടെ കലർന്ന ഒരു കളറാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കിഴങ്ങാണ് വീട്ടിൽ വച്ചിരിക്കാൻ ഏറ്റവും നല്ലത്. സമ്പത്തുണ്ടാകുമെന്നും എല്ലാം പറയുന്ന ഏറ്റവും നല്ല ഒരു കരിമഞ്ഞൾ ഇതാണ്. വാടാർ മഞ്ഞളെന്നും കരിമഞ്ഞളെന്നും ഉടുക്ക് മഞ്ഞളെന്നും ഒക്കെ ഇതിന് പേര് പറയും. ഇതിൻ്റെ ഒരു കിഴങ്ങ് നമ്മളിവിടെ യാത്രയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിനൊക്കെ പോകുമ്പോൾ അടുത്ത് നമ്മളെ കയ്യിൽ വച്ചിരിക്കുന്നത് നല്ലതാണ്. യാത്രാ വിജയം ഉണ്ടാകും, കാര്യസാധ്യം ഉണ്ടാകും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അടുത്ത് ഞാൻ ഇതിൻ്റെ വിളവെടുപ്പ് അതിന് സമയമാകുമ്പം പറയാം. ഇപ്പം വിളവെടുപ്പ് സമയമല്ല. അപ്പോഴത്തേനും ഞാൻ വിളവെടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഓരോ കിഴങ്ങിൻ്റെ സൈസും എല്ലാം. എല്ലാവർക്കുമുള്ള അറിവിലേക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. എല്ലാവർക്കുമുള്ള അറിവിലേക്ക് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു.